എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് സ്വാഗതം. വിധി ഒരു വാതിൽ അടയ്ക്കുമ്പോൾ വിശ്വാസം 1000 വാതിൽ തുറക്കും. നാം നമ്മുടെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറുമാക്കാൻ ശ്രമിക്കാതെ നല്ല ദൈവവേദലാക്കി വളർത്താൻ ശ്രമിക്കുക. ദൈവം അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്ന പഠന പിരിമുറുക്കങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡം, സ്വാഗതം. താങ്ക് യു. കുട്ടികൾ ഇന്ന് വളരെയധികം ലേണിംഗ് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? കുട്ടികൾ അനുഭവിക്കുന്ന ലേണിംഗ് പ്രഷർ അല്ലെങ്കിൽ പിരിമുറുക്കങ്ങൾ, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പിരിമുറുക്കങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് പഴയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒത്തിരിയേറെ മാറിപ്പോയി. കുട്ടികളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ വളരെയേറെ മാറിപ്പോയി. പണ്ടത്തെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് വലിയവരാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ LKG UKG മുതലേ പ്രഷർ തുടങ്ങും. അഡ്മിഷൻ തൊട്ടുള്ള പ്രഷറുണ്ട്. വയറ്റിലായിരിക്കുമ്പോൾ തന്നെ നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി, കാരണം 3 വർഷമൊക്കെ മുമ്പേ നമ്മൾ ബുക്ക് ചെയ്യണം. പിന്നെ എത്ര പൈസ വേണേലും വിദ്യാഭ്യാസത്തിന് മുടക്കാൻ മാതാപിതാക്കൾക്ക് മടിയില്ല. അത് ഒരു കച്ചവടമായിട്ട് മാറി. വേറൊരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസത്തിന് ഒത്തിരി പണം മുടക്കി കുട്ടികളെ ആക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് പ്രഷർ സ്വാഭാവികമായിട്ടും കൊടുക്കും. കാരണം ഇത്രയും പൈസ മുടക്കിയാണ്, ഇത്രയും നല്ല സ്കൂളിലാണ്, പിന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാകും പിള്ളേർക്ക്. നല്ല മിടുക്കരായ മാതാപിതാക്കളുടെ മക്കൾക്ക് അവർക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് പഠിക്കാനുള്ള ബുദ്ധിയും ഒക്കെ കാണും. അപ്പം അല്ലാത്തവർക്കും ഇതോടൊപ്പം നിർത്താൻ വേണ്ടി പാരൻസ് കിടന്ന് കഷ്ടപ്പെടും. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് വരുമ്പോൾ ചെറുപ്പം മുതലേ ഇവർക്ക് നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കണം, ഫുൾ മാർക്ക് വാങ്ങിക്കണം. അത് LKG UKG മുതൽ. അപ്പോൾ മാർക്ക് LKGയിലും UKGയിലും കുറഞ്ഞാൽ പോലും മാതാപിതാക്കൾക്ക് പേടിയാണ്. കുട്ടിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ടല്ലോ, അക്ഷരം എഴുതാൻ അറിയാൻ മേല. പക്ഷേ അത്രയും പ്രഷർ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം LKG UKG ഒക്കെ അവരുടെ ആ ബേസിക് ഇത് പഠിക്കുന്നത്, അതങ്ങ് പഠിച്ചു പൊക്കോട്ടെ. നമ്മുടെ ഈ നാട്ടിലേ ഉള്ളൂ ഈ പരീക്ഷയും മാർക്കും മാർക്ക് ലിസ്റ്റും ഒക്കെ. അതുകൊണ്ട് 4ാം ക്ലാസ് വരെ വെളിയിലൊക്കെ സ്കൂളുകളിലൊന്നും അങ്ങനെയുള്ള ഒരു സമ്പ്രദായമേ ഇല്ല. കുട്ടികൾ കളിച്ച് പഠിച്ചു വളരുന്ന ഒരു രീതി അത് ഇല്ല നമുക്ക്. പിന്നെ ഈ പ്രഷർ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 1-2 മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 1-2 മക്കളിലാണ് നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നമ്മൾ കാണുന്നത്. അവർ പഠിച്ച് വലിയവരായില്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ. പിന്നെ ഇപ്പം എനിക്ക് ഈ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്ന കുട്ടികളുടെ പ്രഷർ അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ വലുതാണ്. കാരണം നഴ്സിങ്ങിനൊക്കെ കൊണ്ട് പാവപ്പെട്ട വീടുകളിലെ ആൾക്കാരാക്കിയിട്ട് 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 20 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അതൊന്നുകിൽ ലോൺ വെച്ചിരിക്കുകയാണ്, ഇല്ലേ പിന്നെ ലോൺ എടുത്തിരിക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും മോളെ വിളിച്ച് പറയുന്നതെന്നറിയാം, മോളെ കിടപ്പാടം അറിയാമല്ലോ, നീ പഠിച്ച് വന്നിട്ട് വേണം, നമുക്ക് വീട് തൊട്ടുണ്ടാക്കണം, പറമ്പ് തൊട്ടുണ്ടാക്കണം, നിന്നെ കെട്ടിക്കാനുള്ള കാശ് തൊട്ടുണ്ടാക്കണം. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രഷറാണ്. അപ്പം പഠിത്തത്തിനേക്കാൾ അവരെ ഭയപ്പെടുത്തുന്നത് കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളാണ്. നമ്മുടെ ഒരു സ്വപ്നങ്ങൾക്കനുസരിച്ച് പിള്ളേരെ വളർത്തിയെടുക്കുന്ന രീതി അത് മാതാപിതാക്കൾ മാറേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് പിള്ളേർക്ക് എല്ലാവർക്കും, ചിലർക്ക് സയൻസ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ആർട്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മെഡിക്കൽ ലൈൻ ഇഷ്ടമായിരിക്കും. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു രീതി അങ്ങനെയല്ലല്ലോ. അപ്പനും അമ്മയാണ് തീരുമാനിക്കുന്നത് എന്താണ് കൊച്ചു പഠിക്കേണ്ടത്, കൊച്ചു എന്താണ് ആയിത്തീരേണ്ടത്. അപ്പോൾ എൻ്റെ മകൻ എഞ്ചിനീയർ അല്ലെങ്കിൽ എൻ്റെ മകൻ ഡോക്ടർ അല്ലെങ്കിൽ നാണക്കേട് മാതാപിതാക്കൾ കൈമാറുക. അതായത് മാതാപിതാക്കളുടെ സ്റ്റാറ്റസ് സിമ്പലാണ് മക്കൾ എന്ന് പറയുന്നത്. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് പിള്ളേർ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഒരാൾ പിന്നെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു, ഒരാൾ മെഡിസിന് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ B.Pharm പഠിക്കും. ഇതൊക്കെ പറയാനാണ് ഇഷ്ടം.
ഈ 8ാം ക്ലാസ് മുതൽ എൻട്രൻസിന്റെ പിള്ളേരിലേക്ക് കയറ്റുക. പിന്നെ 8ാം ക്ലാസ് മുതൽ വായിക്കാൻ കൊടുക്കുന്ന പുസ്തകങ്ങൾ മാതാപിതാക്കൾക്ക് വേറെ പണിയൊന്നുമില്ല, അമ്മമാർക്ക് പണിയൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഇതെല്ലാം നെറ്റിൽ നോക്കി. അല്ല, അതുകൂടാതെ തന്നെ ഇന്നിപ്പോ 6ാം ക്ലാസ് മുതലേ ഫൗണ്ടേഷൻ കോഴ്സസ് പ്രധാനപ്പെട്ട. കൊച്ചു ക്ലാസ്സിൽ ഞാൻ വേറെ കാണുന്ന ഒരു കാര്യം എന്താ പറയാ, അമ്മ ഒരു സെറ്റ് പുസ്തകം മേടിക്കും, കൊച്ചിനൊരു സെറ്റ് പുസ്തകമുണ്ട് സ്കൂളിൽ കൊണ്ടുപോയി, വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ അമ്മയ്ക്ക് ഒരു സെറ്റ് പുസ്തകമുണ്ട്. അമ്മ എന്നിട്ട് ഇത് പഠിച്ചു വെച്ചിട്ട് കൊച്ചു വരുമ്പോ പിന്നെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കൊച്ചി ഇത് മുഴുവൻ പഠിച്ചിട്ട് പോയി എഴുതി വെക്കാതെ വന്നെങ്കിൽ അമ്മ സ്കൂള് തൊട്ട് കൊച്ചിനോട് ചോദ്യം ചോദിച്ചോണ്ടായിരുന്നു, നീ അതെഴുതിയോ, ഇതെഴുതിയോ, എങ്ങനെ എഴുതി. ഇനി പിറ്റേ ദിവസത്തേക്ക് കൊച്ചിനെ പഠിപ്പിക്കാന്നുള്ളതല്ല നോക്കുന്നത്, അതിനകത്ത് തെറ്റിയതും അതിന്റെ തെറ്റും ശരിയും കൊച്ചിന് പ്രഷർ കൊടുക്കുക. ഈ കൊച്ചിനെ സംബന്ധിച്ചുള്ള പഠനം ഒരു ഇഷ്ടമുള്ള പണിയല്ലാതെ മാറുകയാണ്, ഒരു ഭാരമേറിയ കുരിശായിട്ട് കൊച്ചതങ്ങ് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് അവർ കൊച്ചിലെ മുതൽ ഇത്രയും പ്രഷർ കൊടുക്കുമ്പോൾ വലിയ ക്ലാസ്സുകളിൽ വരുമ്പോൾ അവർ മടുത്തു പോകും. ഗ്രാജുവേഷന് ചേർക്കണമെങ്കിൽ തന്നെ ഇപ്പൊ വലിയ പാടാണ്, നമുക്കറിയാമല്ലോ, നല്ല കോളേജുകളിൽ അഡ്മിഷനും കിട്ടണമെങ്കിൽ. അപ്പൊ ഇവര് സ്ഥിരം പിള്ളേരോട് പറയുന്നത് എന്നാന്നറിയാം, ഞാൻ കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കത്തില്ല, പഠിച്ച് മാർക്ക് വാങ്ങിച്ചാൽ നിനക്ക് കൊള്ളാം. കുട്ടിക്ക് കൊടുക്കുന്ന പ്രഷറാണത്. അപ്പൊ ഈ കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കണമെന്ന് കുട്ടി പറയുന്നില്ല, അവന് ഇഷ്ടമുള്ള വിഷയം പഠിക്കാൻ വിട്ടാൽ മതി. അവന് ചിലപ്പോൾ ഒരു ഗ്രാജുവേഷൻ എടുത്തു, ഒരു MBA എടുത്തു, അങ്ങനെ പോകാനായിരിക്കും ഇഷ്ടം. അവനെ കൊണ്ട് എനിക്ക് തോന്നുന്നത് അവന്റെ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കാൻ വിടുന്നു. ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കാൻ വിടുമ്പോൾ പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി അതിനോടൊരു വിരക്തി വരും. എനിക്കൊരു കുട്ടി വന്നിരുന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു, അത് മെഡിക്കൽ കോളേജിൽ ഇപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻ്റെ സ്വപ്നമായിരുന്നു ചെറുപ്പം മുതലേ മകനെ ഡോക്ടറാക്കുക, കുട്ടിക്ക് IAS എടുക്കുന്നതാണ് ഇഷ്ടം. അവൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. പിന്നെ അവൻ എൻ്റെ അടുത്ത് വന്ന് ഈ അപ്പനുമായിട്ട് അവൻ എന്നും ഫൈറ്റാണ്, അപ്പനുമായിട്ട് അവൻ ഒരു തരത്തിൽ യോജിക്കത്തില്ല. അപ്പം അപ്പൻ എന്നോട് പറയുന്നത് ആ മെഡിസിൻ അവൻ അർഹനാണ്, അവൻ ഇത്രാമത്തെ റാങ്ക് ഉണ്ട്, പിന്നെ ഈ IAS കിട്ടുമെന്ന് എന്താ ഉറപ്പ്. പിന്നെ അവനോട് പിന്നെ ഞാൻ കൗൺസിലിംഗ് നടത്തി, ഞാൻ പറഞ്ഞു, മോനിപ്പോൾ ഇത് 1 വർഷം പഠിച്ചതല്ലേ, അത് വിട്ടുകളയണ്ട, നീ അതങ്ങ് പഠിക്കുക, അത് കഴിയുമ്പോൾ നിനക്ക് IAS എടുക്കാം, MBBS കഴിഞ്ഞ് IAS എടുക്കാം. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയർ ഇപ്പോൾ അവനെ വീണ്ടും പഠിക്കാനായിട്ട് ചേർത്തിരിക്കുക. പക്ഷെ അവനൊട്ടും ഇഷ്ടമില്ല. അവൻ പറയുന്നത് ഞാനിപ്പോൾ അത് സിവിൽ സർവീസ് പോയിരുന്നെങ്കിൽ എഴുതിയെടുത്തേനെ, എന്നെ ഡൽഹിക്ക് വിട്ടാൽ മതിയായിരുന്നു. ഇപ്പം അതിപ്പോൾ അപ്പൻ്റെ സ്വപ്നം മകന്, അപ്പം പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഡോക്ടറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒരു കത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എഴുതുന്ന കത്താണ്. യൂത്ത് ഗൈഡ് എന്ന പ്രോഗ്രാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഒത്തിരി പ്രഷർ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ കാര്യം തന്നെ എടുത്താൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ എഞ്ചിനീയറിങ്ങിന് ചേർന്നത്. ഞാൻ എഞ്ചിനീയർ ആകണമെന്നുള്ളത് അവരുടെ സ്വപ്നമാണ്. ഇപ്പോൾ 8 പേപ്പറോളം ബാക്കപ്പ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന അനേകായിരം കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ആ കൊച്ചിന് 8 പേപ്പറല്ലേ ഉള്ളൂ, 30, 32 മൊത്തം പേപ്പർ ബാക്കപ്പ് ഉള്ള പിള്ളേർ ഇതുപോലെ കിടക്കുന്നുണ്ട്. അത് ശരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പേരൻസിനോടുള്ള ഒരു ദേഷ്യമാണ്. അവൻ പഠിക്കാൻ ബുദ്ധിയുള്ളവനാ. ഒരുപക്ഷെ പേരൻസ് ബുദ്ധിയുള്ളവനായതുകൊണ്ട് അവൻ മാത്സിലും എടുക്കാനായതുകൊണ്ടൊക്കെ ആയിരിക്കും എഞ്ചിനീയറിംഗ് പഠിക്കട്ടെ എന്ന് വെച്ചത്. പക്ഷെ എഞ്ചിനീയറിങ്ങിന് അവൻ ഇഷ്ടമില്ലാതെ പഠിച്ചു. പക്ഷെ അവനിപ്പം ഏതാണ്ട് 4th ഇയർ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് പഠിക്കാതെ പോയി വേറൊരു കോഴ്സ് ചേരുന്നതിനേക്കാളും നല്ലത് കഷ്ടപ്പെട്ട് അവൻ പഠിച്ചെടുക്കുക. പഴയതുപോലെയല്ല, പണ്ട് കുറച്ച് സമയമൊക്കെ കൊടുക്കുമായിരുന്നു എഞ്ചിനീയറിംഗ് പിള്ളേർക്ക് പേപ്പറുകൾ എഴുതിയെടുക്കാൻ. ഇപ്പം അത്രയും കിട്ടത്തില്ല, കഷ്ടപ്പെട്ടേ പറ്റൂ. അപ്പോൾ എഞ്ചിനീയർ ആവട്ടെ. ഇപ്പം മാതാപിതാക്കളുടെ സ്വപ്നമാണെങ്കിൽ അവനൊരു നല്ല പൊസിഷനിലേക്കാണ് വരാൻ പറ്റുന്നത്. പക്ഷെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് പിള്ളേരെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ പിള്ളേർക്ക് അതിനുള്ള അഭിരുചി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതെ, അതിന് ഇപ്പം പല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും ഒക്കെ ഉണ്ട്. ഒത്തിരി കരിയർ ഗൈഡൻസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. അവരുടെ IQ ഇതൊക്കെ നോക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചാൽ, ഒരു 50% മാർക്ക് കിട്ടി പാസ്സായ ഒരു കൊച്ചിനെ ലക്ഷങ്ങൾ കൊടുത്ത് മെഡിസിന് ചേർത്തിട്ട് 10 വർഷം കൊണ്ട് MBBS എടുത്തിട്ട് അത് കഴിഞ്ഞ് ലക്ഷങ്ങൾ കൊടുത്ത് MD എടുത്തിട്ട് ഇപ്പോൾ ഒരിടത്ത് ട്രീറ്റ്മെന്റിന് ഇരിപ്പുണ്ട്. എന്താണോ സംഭവം പേഷ്യൻസ് അവസ്ഥ നമുക്കറിയില്ല. പക്ഷെ ചികിത്സിക്കാൻ ഒരു ക്ഷമ എടുക്കാനായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം അപ്പൻ്റെ അമ്മയുടെ ഒക്കെ സ്വപ്നമാണ്. ഈ പ്രഷർ പിള്ളേർക്ക് കൊടുക്കാതിരിക്കുക. പിള്ളേർക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ അവരതിനകത്ത് നന്നായി വരും. പണ്ട് നമ്മൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാലം. ഇപ്പം അങ്ങനെയല്ല, നല്ലൊരു കോഴ്സ് എടുത്താൽ ഏത് കോഴ്സും ആവട്ടെ, ആ കോഴ്സ് തീരുന്നതിന് മുമ്പ് കുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി ക്യാമ്പസിലേക്ക് ആൾക്കാർ വരും, അത് റിക്രൂട്ട് ചെയ്യും ഒക്കെ ചെയ്യും. അപ്പം അതിന് വേണ്ടത് കുട്ടിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് IQ. അത് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ധാരാളം വായന വേണം, പൊതുവിജ്ഞാനം വേണം, ജനറൽ നോളജിനുള്ള സംഭവങ്ങൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ പിള്ളേരുടെ മാത്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള അബാക്കസ് ധാരാളം പരിപാടികളുണ്ട്.
ചെറുപ്പം മുതലേ അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുക. അവരുടെ IQ ലെവല് അതുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം നമ്മൾ വിടാൻ. പിന്നെ രണ്ടാമത്തെ EQ എന്ന് പറയും. ഇമോഷണലി അവർ മച്ചുവേർഡാണോ, വൈകാരിക പക്വതയുണ്ടോ ഒരു ഡോക്ടറാകാൻ, എഞ്ചിനീയർ ആകാൻ, ടീച്ചറാകാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് വെറുതെ ആർട്ടിസ്റ്റ് ആവാനായിരിക്കും ഇഷ്ടം. ഇപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ്, ഫുഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇഷ്ടമുള്ള പിള്ളേർ പോകാറുണ്ട്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതിൽ വിട്ടാൽ അവർ തീർച്ചയായിട്ടും അതിനകത്ത് ഷൈൻ ചെയ്യും. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് അവരെ തിരിച്ചു വിടുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഭാഗമാണ്. മാതാപിതാക്കൾ മാത്രമല്ലല്ലോ കുട്ടികൾക്ക് ഈ പഠന കാര്യങ്ങളിൽ പ്രഷർ ഉണ്ടാക്കുന്നത്. പഠനമായിട്ട് ബന്ധപ്പെട്ട് പ്രഷർ ഉണ്ടാക്കുന്ന മറ്റു പല ഘടകങ്ങളും കാണും. ഈ മാതാപിതാക്കളുടെ പ്രഷർ അല്ലാതെ അധ്യാപകർ കൊടുക്കുന്ന പ്രഷറുണ്ട്, സ്കൂൾ അധികൃതർ കൊടുക്കുന്ന പ്രഷറുണ്ട്. കാരണം സ്കൂളിന്റെ വിജയ ശതമാനം 100% വിജയ ശതമാനത്തിന് വേണ്ടി അവർ കുട്ടികളെ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ മുതൽ സ്ക്രീൻ ചെയ്തെടുത്ത് ഔട്ടാക്കി. അപ്പോൾ തൊട്ട് കൊച്ചിന് പേടിയാ, നിന്നെ പുറത്താക്കും. ടീച്ചർ കൊടുക്കുന്ന പ്രഷറാണ്. ടീച്ചേഴ്സ് എങ്ങനെ കൊടുക്കുന്ന പ്രഷറുണ്ട്. പിന്നെ ടീച്ചേഴ്സ് കമ്പയർ ചെയ്യും, കമ്പാരിസൺ ഉണ്ടാവും പരസ്യമായിട്ട്. പൊട്ടൻ, മണ്ടൻ, നിന്നെ എന്തിനു കൊള്ളാം. അപ്പോൾ അതൊരു പ്രഷറാണ് പിള്ളേർക്ക്. അപ്പോൾ ആ ടീച്ചേഴ്സ് കൊടുക്കുന്ന പ്രഷറുണ്ട്. മാതാപിതാക്കൾ കൊടുക്കുന്ന പ്രഷറിനേക്കാൾ ഏറെ കൂട്ടുകാരിൽ നിന്നും അവർക്ക് പ്രഷർ കിട്ടാറുണ്ട്. കാരണം നന്നായി പഠിക്കുന്ന കുട്ടികളെ പലപ്പോഴും അടിച്ച് അമർത്തി ഇടാൻ കൂട്ടുകാരും ചിലപ്പോഴേ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പലതരം പ്രഷറുകളുണ്ട്. ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേർക്ക് വേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്നത്, അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുക, ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഡിറ്റർമിനേഷൻ. അവർക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവണം, ഞാൻ ഇന്ന സ്ഥലത്ത് എത്തണം. അതിനുള്ള അർപ്പണബോധം അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഡെഡിക്കേഷൻ. ആ ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ്, സമയത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എത്ര മണിക്കൂർ അവർ പഠിക്കണം, രാവിലെ ഇത്ര മണി. ചില കുട്ടികൾക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന ഇഷ്ടം, ചില കുട്ടികൾക്ക് രാത്രിയിൽ എത്ര മണി വരെ ഇരുന്നാലും കുഴപ്പമില്ല. ഇപ്പം രാത്രി ഇരുന്ന് പഠിക്കുന്ന കുട്ടി 1 മണിയോ 2 മണിയോ വരെ ഇരിക്കുന്നെങ്കിൽ അതിന് വിഷമിക്കാനൊന്നുമില്ല, അവൻ രാവിലെ ഉറങ്ങിക്കോട്ടെ. ചില പേരൻസ് അങ്ങനെയല്ല, നേരം വെളുത്ത് എഴുന്നേറ്റ് പഠിച്ചോണം, അങ്ങനെ വേണ്ട. പഠിക്കാൻ അവർക്ക് മനസ്സിലാവുന്ന സമയമുണ്ട്. ചില കുട്ടികൾ ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന് പഠിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടേതായ ഒരു ടൈം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പനും അമ്മയും ഒരാൾ ഇത് ഒന്ന് വാച്ച് ചെയ്യാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കണമെന്നോ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നോ പഠിപ്പിക്കണമെന്നോ അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ ചെറുപ്പത്തിലൊക്കെ അമ്മമാർ മക്കൾ പഠിക്കുമ്പോൾ അവർക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ അറിയാൻ മേലേലും അവരുടെ താഴെ ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെയൊക്കെ വീട്ടിൽ ഞാനൊക്കെ കണ്ട കാര്യങ്ങളാണ്. അപ്പം ആ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കുട്ടികൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. ഒരിക്കലും എനിക്ക് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോഴേ ഒരു കുട്ടി, അവന് 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ട് അതിനെ അനുമോദിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു സ്കൂളിലാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താ നിന്നെ ഇങ്ങനെയാക്കിയത്? അപ്പം അവൻ എന്നോട് പറഞ്ഞത്, വിശുദ്ധ കുർബാനയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. 8ാം ക്ലാസ് മുതൽ അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാന കൈക്കൊള്ളും. അതാണ് അവനെ അങ്ങനെ ആക്കിയത്. അപ്പോൾ അവൻ്റെ പ്രഷറിനേക്കാൾ കൂടുതൽ അവൻ ആ ദൈവികമായ ആ ഒരു പ്രചോദനം അവൻ്റെ ഉള്ളിലുണ്ടായി. വിശുദ്ധ കുർബാന എന്നിൽ ഉണ്ടാക്കുന്ന മാറ്റം. അപ്പോൾ അവനെ പഠിക്കാനായിട്ട് പ്രചോദനമായി. പിന്നെ വേറൊന്ന് എനിക്ക് കിട്ടിയത്, വേറൊരു പയ്യൻ, അവൻ ഓൾ ഇന്ത്യ എൻട്രൻസിൽ റാങ്കൊക്കെ കിട്ടിപ്പോവുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ടിരുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ അവനോട് ഈ ഓൾ ഇന്ത്യ എൻട്രൻസിൽ ഇത് കിട്ടിയപ്പോൾ നിൻ്റെ ആ മനസ്സിൻ്റെ സന്തോഷത്തെക്കുറിച്ച്, എന്താണ് നിന്നെ ഈ പൊസിഷനിലാക്കി? അവനൊരു ബേക്കറി തൊഴിലാളിയുടെ മകനായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ അപ്പൻ്റെ മണമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. എൻ്റെ അപ്പൻ്റെ മണം. എൻ്റെ അപ്പന് രാത്രി മുഴുവൻ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ദേഹം മുഴുവൻ ഇതിൻ്റെ മാവിൻ്റെ മണവുമായിട്ട് തിരിച്ചു വരുന്നു. ഞങ്ങൾ കുട്ടികൾ ഓടിച്ചെല്ലുന്നു, അപ്പനെ കെട്ടിപ്പിടിക്കുന്നു. ആ മണം, എൻ്റെ അപ്പൻ്റെ ആ മണമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ കുട്ടികളിൽ അതൊരു പ്രചോദനമാണ്. അത് അപ്പൻ കൊടുത്ത പ്രചോദനം. അപ്പൻ ഒരിക്കലും ഡോക്ടറാണോന്നൊന്നും പറഞ്ഞിട്ടില്ല അവനോട്. അപ്പൻ കഷ്ടപ്പെടുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും പറയുന്നത്, അത്രയും മക്കളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയി. ഇനി ബാക്കി പ്രഷർ ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സിനോട് നല്ല റോളുണ്ട് കേട്ടോ. ഒരു കുട്ടിയെ നശിപ്പിക്കാനും ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താനും ഒരു ടീച്ചർ വിചാരിച്ചാൽ നടക്കും. എത്രയോ കുട്ടികൾ ടീച്ചേഴ്സ് കാരണം സ്കൂൾ വിട്ടു പോകുന്നുണ്ട്, അവർക്ക് പഠിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്, നന്നായിട്ട് എക്സാം എഴുതാതെ പോകുന്നുണ്ട്. നീ ശരിയാവത്തില്ല എന്നൊരു ടീച്ചർ പറഞ്ഞാൽ, അപ്പോൾ അത് ടീച്ചറിൻ്റെ ശാപമായിട്ട് കുട്ടിയെ എടുത്താൽ അത് ആ കുട്ടിയുടെ ഭാവിയെ വളരെയേറെ ബാധിക്കും. ടീച്ചേഴ്സിന് ഒരു നല്ല പങ്കുണ്ട് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കാൻ. യു ക്യാൻ ഡു ഇറ്റ്, നിനക്കിത് ചെയ്യാൻ പറ്റും, നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അവനെ കൊണ്ട് പല പ്രാവശ്യം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ജീവിതം ഒരു ഹേർഡിൽസാണ്, തടസ്സം ഓട്ടാണ്.
ഓടിച്ചെന്ന് ചാടിക്കടന്ന് ഓടിച്ചെന്ന് ചാടിക്കടന്ന് ഓടിച്ചെന്ന് ചാടിക്കടന്ന് ലക്ഷ്യത്തിലെത്താൻ പഠിപ്പിക്കുക. എത്ര സ്പീഡിൽ ഓടുന്നോ അത്ര പൊക്കത്തിൽ നമുക്ക് ചാടാം. നമ്മൾ പതുക്കെ ഓടിയാൽ നമുക്ക് പൊങ്ങി ചാടാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഭാഗം, നീ സ്പീഡിലോട്, നിനക്ക് പൊക്കത്തിൽ ചാടാൻ പറ്റും, നിനക്ക് പൊക്കത്തിലാകാൻ പറ്റും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ ജീവിത വിജയം നേടിയ, നമ്മളെ അബ്ദുൽ കലാം ആയാലും അല്ലെങ്കിൽ നമ്മുടെ KR നായർ, ഇവരൊക്കെ സാധാരണ മനുഷ്യരായിട്ട് സാധാരണ വീടുകളിൽ വളർന്ന. അപ്പോൾ കോമൺ മെൻ ക്യാൻ ഡു അൺകോമൺ തിങ്സ്. സാധാരണ മനുഷ്യന് അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രഷർ കൊടുത്തിട്ട് അവരെ ഒന്നുമില്ലാത്തവരാക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ പിറകെ നടന്ന് അതാക്കണം, ഇതാകണം, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മോൻ എന്താണോ ആവാൻ, മോനൊരാഗ്രഹം ഉണ്ടാവണം. അധ്യാപകർ കൊടുക്കുന്ന പ്രഷർ പറഞ്ഞു. അതുകൂടാതെ പഠിക്കാതെ കാര്യങ്ങൾ കൂട്ടിയിട്ട് അവസാനം വലിയ പരീക്ഷ വരുമ്പോഴത്തേക്കും എഴുതാൻ പറ്റാതെ ആ പഠന ഭാരം അങ്ങനെ ഉണ്ടാകുന്ന ഒരു അതും അവർക്ക് അതാണ് ഞാനിപ്പോൾ ഈ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞത്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ അവരൊരു ടൈം ടേബിൾ വീട്ടിലുണ്ടാക്കി ഒട്ടിച്ചു വെച്ചിട്ട് അതനുസരിച്ച് ഫോളോ ചെയ്യണം. എപ്പോഴും പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്, ഇടത് കയ്യിലൊരു ടെക്സ്റ്റ്, വലത് കയ്യിലൊരു പെന്ന്, മുന്നിലൊരു റഫ് ബുക്ക് പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടി ഉപയോഗിക്കണം. അപ്പോൾ അവൻ്റെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യണം. അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സ് അവൻ നോട്ട് ചെയ്യണം, കുറിച്ച് പഠിക്കുക. റിവൈസ്, റിസൈറ്റ്, റിപ്പീറ്റ്, ഇതൊക്കെ പഠിക്കുന്ന വഴികളാണ്. റിപ്പീറ്റ് ചെയ്യണം, അത് റിവൈസ് ചെയ്യണം, റീലേൺ ചെയ്യണം, വീണ്ടും വീണ്ടും പഠിക്കും. അവസാനം വരെ കൂട്ടിയിട്ടിട്ട് പരീക്ഷയുടെ തലേദിവസം പഠിക്കാൻ വെക്കും. അപ്പോൾ അതുവരെ അവർക്ക് പ്രഷർ കൂടുന്നു. ഇനി പരീക്ഷ പനി, പരീക്ഷ അസുഖങ്ങൾ, അങ്ങനെ ഒരു സംഭവം. സൈക്കോളജിക്കലി അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്ന് തന്നെ വായിച്ച് പഠിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ 80% നമ്മുടെ ബ്രെയിനിൽ നിന്ന് മറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. പിള്ളേർക്ക് ടൈം മാനേജ്മെന്റ് ഉണ്ടാകണം, അല്ലെ അവർ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നത് പഠിക്കണം. അവർക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, ഒരു ഡിസയർ, ഒരു ഡ്രീം. നമ്മുടെ അബ്ദുൽ കലാം പറയുന്ന പോലെ സ്വപ്നം കാണാൻ പഠിക്കണം. ഒരു ഇരിക്കാൻ പറ്റുന്ന നല്ല ഓഫീസും നല്ല കസേരയും സ്വന്തമായിട്ട് 10 പൈസയും സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ സ്വപ്നം കാണണം. ഇന്ന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പഠിക്കുന്ന കുട്ടികളെ തന്നെ ജോലി വരുമെന്ന് ഞാൻ പറഞ്ഞു. 21-22 വയസ്സ് കഴിയുമ്പോൾ എഞ്ചിനീയറിംഗ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കിട്ടിയാൽ ഈ കുട്ടികൾക്ക് എന്തോരം ശമ്പളം കിട്ടുന്നത്, എന്തോരം പൈസ കിട്ടുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ, ഇതെങ്ങനെ ചിലവാക്കണമെന്ന് അറിയാൻ മേലാതെ ഒരു വിഭാഗം പിള്ളേർ പോകുന്നുണ്ട്. അപ്പോൾ പഠിച്ചു ജോലി കിട്ടിയത് കൊണ്ടും പിള്ളേർ നല്ലവരാകുന്നില്ല, അവർക്ക് വീണ്ടും പ്രശ്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആ ചെറുപ്പം മുതലേ ജീവിതത്തെ തൻ്റെ ഇടമായിട്ട് നേരിടുക. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് എ കൾച്ചർ, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മൾ പിള്ളേർക്ക് കൊടുക്കേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങളെ വികസിപ്പിക്കുക, വസ്തുതകളെ കൈകാര്യം ചെയ്യുവാനുള്ള അവരുടെ കഴിവിനെ വളർത്തുക. വേറെ തരത്തിൽ പറഞ്ഞാൽ ഏതു സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ അവനെ പ്രാപ്തനാക്കുക. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. അത് നമ്മൾ കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ? ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ. ഇപ്പം എനിക്ക് വന്നൊരു കുട്ടി, അച്ഛൻ മദ്യപിക്കുന്നവന് പഠിക്കാൻ പറ്റുന്നില്ല, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചാൽ, അച്ഛനല്ലേ മദ്യപിക്കുന്നത്, നിനക്ക് പഠിക്കാൻ എന്താ കുഴപ്പം? അവനെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള ക്ലാഷ്, അച്ഛൻ്റെ മദ്യപാനം, മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ നീ എന്നെ IAS പോവാണോടാ എന്ന് ചോദിച്ചാൽ അവന് പഠിക്കാൻ സൗകര്യം കൊടുക്കത്തില്ല. അപ്പം അങ്ങനെ പിള്ളേർക്കുണ്ടാകുന്ന പ്രഷറുകൾ ഒത്തിരിയുണ്ട്. രാത്രി മുഴുവൻ വീട്ടിൽ അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് രാവിലെ ക്ലാസ്സിൽ വന്നിരുന്ന് കുട്ടിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? കുട്ടി പേടിച്ചാ വരുന്നത്. അവിടെ കൊലപാതകം നടക്കുമോ, അവിടെ എന്ത് നടക്കും? ഇപ്പം ഈ പ്രഷർ എന്ന് പറയുന്നത് മാതാപിതാക്കൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പല വീടുകളിലും സമാധാനമില്ല, സന്തോഷമില്ല. നമുക്ക് ക്ലാസ്സിലിരിക്കുന്ന പിള്ളേരെ കണ്ടാൽ അറിയാം. എത്രയോ പിള്ളേർ വന്ന് പറയുന്നു, എനിക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല, പേടിയാണ്, ഇന്ന് അച്ഛനമ്മയെ കൊല്ലുമോ, അച്ഛൻ ഇന്നലെ പറയുന്നത് കേട്ടു നിന്നെ ഞാൻ തട്ടുവന്ന്, അപ്പോൾ എനിക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല. കൊച്ചു പിള്ളേർ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആദ്യം മാതാപിതാക്കൾ വീട്ടിൽ സമാധാനം കൊടുക്കണം, സമാധാനവും സന്തോഷവും പഠിക്കാനുള്ള അന്തരീക്ഷവും കൊടുക്കണം. പിന്നെ വേറൊന്ന് പഠിക്കാനുള്ള അന്തരീക്ഷം പറയുമ്പോൾ ഈ 7 മണി മുതൽ രാത്രി 10 മണി വരെ TV ഫുൾ ഓൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ കൊച്ചിനോട് പഠിക്കാൻ പറഞ്ഞാൽ, നീ അപ്പുറത്തെ മുറിയിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ കൊച്ചിന് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൊച്ചുങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാക്രിഫൈസ് പാരൻസ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ചിലതൊക്കെ കാണണ്ടെന്ന് വെക്കണം. പ്രത്യേകിച്ചും ഈ സീരിയൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾ. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ ജോലിയുള്ള അമ്മമാരും അപ്പന്മാരും ഒക്കെ ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് പിള്ളേരെ ബ്ലാക്ക് ബോർഡ് വെച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. വീട്ടിലൊരു ബ്ലാക്ക് ബോർഡ്, സ്കൂളിലെ ഇത് കഴിഞ്ഞ് എഴുതിക്കൊണ്ട് വന്നതാ, എന്നിട്ട് വീട്ടിൽ വേറെ ബ്ലാക്ക് ബോർഡ് വെച്ചിട്ട് അതേൽ അപ്പൻ വെച്ചിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ കൊച്ചിന് എന്താ വ്യത്യാസം സ്കൂളും വീടുമായിട്ട്? വീട്ടിൽ ഒരു റിലാക്സേഷൻ വേണ്ടേ വീട്ടില്? ആ റിലാക്സേഷൻ പിള്ളേർക്ക് കിട്ടുന്നില്ല. ഒന്ന് പാട്ട് കേൾക്കാൻ, TV കാണണ്ട എന്ന് പറയാൻ മാത്രം മൂരാച്ചിയല്ല ഞാൻ, സെലക്റ്റീവ് ആയിരിക്കും.
ഞാൻ പേരൻസിനോട് പറയുന്നത് എപ്പോഴും സെലക്റ്റീവ് ആയിരിക്കുക. നല്ല പ്രോഗ്രാം നോക്കി അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള 1-2 കാണാൻ അവരെ അനുവദിക്കുക. അത് പിന്നെ വേറൊന്ന്, കൊച്ചു പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന പേരൻസിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ടി വി നിർത്തിയാൽ ഉടനെ പിള്ളേരെ പഠിക്കാനിരുത്തരുത്. പഠിത്തം നിർത്തിയാൽ ഉടനെ ടി വി ഓൺ ചെയ്യരുത്. ഇൻ ബിറ്റ്വീൻ അവരെ വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പറഞ്ഞു വിടണം. കാരണം അതൊരു പ്രശ്നമാണ്. ഇത് പിക്ചറൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ പിക്ചർ പതിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ടി വി കണ്ട് അത് എൻജോയ് ചെയ്തേച്ച് പോടാ പഠിക്കാനെന്ന് പറഞ്ഞ് അമ്മ തന്നെ ഓഫ് ചെയ്യും, അവൻ ഓൺ ചെയ്യും, അമ്മ ഓഫ് ചെയ്യും, അവൻ ഓൺ ചെയ്യും. അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ അവസാനം അവൻ എഴുന്നേറ്റ് പഠിക്കാൻ പോകും. അമ്മയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങും. അവനൊന്നും മനസ്സിലാവത്തില്ല, ചുമ്മാ പുസ്തകം തുറന്നിരിക്കും. അപ്പോൾ ടി വി ഓഫ് ചെയ്താൽ ഉടനെ പഠിക്കാനിരുത്തരുത്, പഠിത്തം നിർത്തിയാൽ ഉടനെ ടി വി കാണിക്കരുത്. ഇൻ ബിറ്റ്വീൻ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. പിന്നെ അവർക്കായിട്ടൊരു പഠനമുറി അങ്ങനെ കൊടുക്കാനില്ലെങ്കിലും ഒരു അത്യാവശ്യം, പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല, എന്നാലും അവർക്കൊരു പഠിക്കാനൊരു സ്ഥലം. ആ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം സമാധാനമുള്ളൊരു അന്തരീക്ഷം അത്രയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ പരീക്ഷയെ ഭയക്കാതിരിക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ പരീക്ഷ എടുക്കുമ്പോഴാണ് പിള്ളേർക്ക് ഒത്തിരി അസുഖങ്ങൾ വരുന്നത്. പരീക്ഷ എടുക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് കയറാത്ത വയറിളക്ക ചിലർക്ക്, പിന്നെ ചിലർക്ക് പനിയാണ്, പരീക്ഷ പേടി. അത് നമ്മൾ ഈ പേടിപ്പിച്ച് കൊടുക്കരുത്. പരീക്ഷ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും അല്ലെന്നും, പഠിച്ചത് അത്രയും 8-10 മാസം പഠിച്ചത് എന്താണെന്ന് അറിയാൻ നടത്തുന്ന വെറും ഒരു ടെസ്റ്റ്. അത് നമ്മുടെ പെർഫോമൻസ് അങ്ങ് ചെയ്തു വെച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇത് ആ പ്രഷർ കൊടുക്കാതിരുന്നാൽ അവർക്ക് ഈ അസുഖങ്ങൾ പലതും വരാതിരിക്കും. ഇപ്പം മെഡിസിന് പഠിച്ച ഒരു പെൺകുട്ടി എനിക്ക് വരുന്നുണ്ടായിരുന്നു കൗൺസിലിങ്ങിന്. അപ്പോൾ അവൾക്ക് കിട്ടത്തില്ല എന്ന് ഇവളങ്ങ് പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എഴുതി കിട്ടത്തില്ല, കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കൗൺസിലിംഗ് നടത്തി ഞാൻ പറയില്ല, നിനക്ക് ഇപ്രാവശ്യം കിട്ടും. മാമിന് ഉറപ്പാണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് നിനക്ക് കിട്ടുമെന്ന്. അങ്ങനെ അവൾക്ക് നല്ല റാങ്ക് ഉണ്ട്. മനസ്സിൽ അതാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല, ആ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ്, ആ ഫീലിംഗ് ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കുക. പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവായിട്ട് ഓൾവേസ് അവരെ നല്ല പോസിറ്റീവായിട്ട് തിങ്ക്. പിന്നെ ഇതൊക്കെ ദൈവകൃപയാണ്. മക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക, അത് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതെ, അത് കുട്ടികൾക്ക് ഒരു ബലമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പനുണ്ട്, അമ്മയുണ്ട്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രഷർ കൊടുക്കുന്നതിനേക്കാളും നല്ലത് സമാധാനമായിട്ട് നീ പഠിക്കുക, നിന്നെ കൊണ്ട് ചെയ്യാവുന്ന നീ ചെയ്താൽ മതി, അത്ര മതി, അത്രേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയും. എനിക്കൊരു ഓർമ്മ വന്നത്, ഒരപ്പൻ ഒരു മകനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അവന് പഠിക്കാൻ +2 പഠിക്കുകയാണ്, ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. അപ്പൻ്റെ സ്വപ്നം ഇവനെ ഡോക്ടറാക്കണം. അപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അത് ചൈനയിലോ UK-ലോ അമേരിക്കയിലോ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വിട്ടും ഞാൻ അവനെ ഡോക്ടറാക്കും, പക്ഷേ +2 ജയിക്കണം. എൻ്റെ ജോലി എന്താണെന്നറിയാം? +2 ജയിപ്പിക്കുക, ഇവനെ +2 ജയിപ്പിക്കുക. അപ്പോൾ അവനോട് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ ഇയാളെന്നോട് പറഞ്ഞു, നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, കാറുണ്ട്, ഒരു ഡ്രൈവർ വണ്ടി വെച്ചിട്ടുണ്ട്, രാവിലെ അവനെ സ്കൂളിൽ കൊണ്ട് ഡ്രൈവർ വിടും, ഡ്രൈവർ അവിടെ നിൽക്കും, ഉച്ചയ്ക്ക് കൊണ്ടുവരും, ഉണ്ടച്ച് വീണ്ടും കൊണ്ടുപോകും, പിന്നെ ട്യൂഷൻ ക്ലാസ്സുകളിൽ കൊണ്ടുപോകും, അതിനായിട്ട് മാത്രം ഒരു വണ്ടിയും ഡ്രൈവറും, അവൻ ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിക്കത്തുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഇവന് കൊടുക്കുന്നുണ്ട്, ഇവൻ +2 ജയിച്ചാൽ മതി, അതാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവൻ്റെ മുഖത്തോട്ട് നോക്കി, എടാ ഇതുപോലെ സൗകര്യം തന്നിട്ട് നിനക്ക് എന്താണ് കുഴപ്പം, നിനക്കങ്ങ് പഠിച്ചാൽ പോരെ. ഉടനെ ഇവൻ എന്നോട് പറയാ, ഈ പറഞ്ഞ എല്ലാം ശരിയാ, ഇപ്പം ഈ പുള്ളി പറഞ്ഞില്ലേ അതെല്ലാം എനിക്കുണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊരു കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചാൽ അതെന്നാ? നല്ല ഒരപ്പൻ്റെ കുറവ്. ഇതെല്ലാം ഉണ്ട്, പക്ഷെ നല്ല ഒരപ്പൻ്റെ കുറവ്. അപ്പം എന്നോട് പറയാം, ഈ പുള്ളി എപ്പോഴാണ് വീട്ടിൽ വരുന്നതെന്ന് ചോദിക്കാമോ? അത് ബാറിലും ക്ലബിലും ഒക്കെ ഇരുന്നിട്ട് വീട്ടിൽ വരുന്ന ഏത് സമയത്താന്ന് മാഡം ഒന്ന് ചോദിച്ചേ. എന്നിട്ട് ഡ്രൈവർ എടുത്ത് വണ്ടിയെ വെച്ച് ബെൽറ്റ് ഇട്ട് മുറുക്കി സിറ്റ് ഔട്ടിൽ കൊണ്ട് ഇറക്കി വെച്ച് വലിച്ചകത്ത് കയറ്റുന്ന പാട് എനിക്കല്ലേ അറിയൂ. സത്യം പറഞ്ഞാലേ ഈ കൗൺസിലിംഗ് അപ്പനാ, എനിക്കല്ല. അപ്പം ഇത് അപ്പന്മാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കുട്ടികളെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ നമ്മൾ മാറേണ്ടത് എവിടെയൊക്കെയാണ്, അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിള്ളേർ നല്ലവരാകും, നമ്മുടെ പിള്ളേരെല്ലാം നല്ല പിള്ളേരാണ്, ഒന്നും മോശമല്ല. മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കാതിരിക്കുവിൻ, അല്ലേ? അവർ നഷ്ടധൈര്യരായി പോകാതിരിക്കാൻ നമ്മളോട് പൗലോസ്ലീഹ പറയുന്ന ഒരു വചനമാണത്. നഷ്ടധൈര്യരായി പോവും മക്കൾ. അവർ നഷ്ടധൈര്യരായി പോകാതിരിക്കാനായിട്ട് അവരെ പ്രകോപിപ്പിക്കരുത്. അത് ഓരോ പ്രായത്തിലും അവർക്ക് വേണ്ടത് കൊടുക്കുക. വലുതായാൽ വലുതായി എന്ന് അംഗീകരിക്കുക. അവർക്ക് ചൂസ് ചെയ്യാനുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുള്ളത് കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുത്താൽ അവരുടെ ആ വ്യക്തിത്വം വളരും. ഞാനൊരു വ്യക്തിയാണെന്നും ഞാൻ എന്തോ ആണെന്നും ഒക്കെ അവന് തോന്നാൻ തുടങ്ങും.
ഇവരൊക്കെ പഠിക്കുകയും ചെയ്യും, നല്ല ജോലി വാങ്ങിക്കുകയും ചെയ്യും, നന്നായിട്ട് ജീവിക്കുകയും ചെയ്യും. നമുക്കങ്ങ് വിശ്വസിക്കാം, ഒന്നും നശിച്ചു പോകത്തില്ല. കുട്ടികളിലുണ്ടാകുന്ന പഠന കാര്യങ്ങളിലെ പ്രഷറിനെ കുറിച്ചാണ് ഇത്രയും നേരം ചർച്ച ചെയ്തത്. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത യൂത്ത് ഗൈഡിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. ഇമെയിൽ info@shalomtv.com. പുതിയൊരു വിഷയവുമായി അടുത്ത യൂത്ത് ഗൈഡിൽ കാണും വരെ നന്ദി.